പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അയക്കുകയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ അവൻ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ചുമലിലേറ്റി കാൽവറി ക്രൂശിൽ മരിപ്പാനായിട്ട് ഇടയായിട്ട് തീരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം എന്നുള്ള വചനത്തിന്റെ അർത്ഥം എന്താണ്? കണ്ടോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിൽ ആ ഗോൽഗോഥ മലമുകളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേലൊരുവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുപോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നു ഇവൻ എങ്ങനെ ദൈവമാകും, ഇവൻ എങ്ങനെ ദൈവപുത്രനാകും, ഇവൻ എങ്ങനെ നമ്മളെ രക്ഷിക്കും, തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്തവൻ നമ്മളെ രക്ഷിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അറിവില്ലായ്മയാണിത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞാൽ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി അത്രേ ലോകത്തിലേക്ക് വന്നത്. അവൻ പറഞ്ഞാൽ ലോകത്തെ നശിപ്പിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ലോകത്തിലേക്ക് വന്നത്. അതെ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുപ്പാനും മറുപടിയായിട്ട് തൻ്റെ പ്രാണനെ കൊടുപ്പാനുമായിട്ട് അവൻ വന്നു. ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്, നമ്മളെല്ലാവരും കുറ്റം ചെയ്തവരാണ്. പാപം ചെയ്യാത്ത ഒരു വ്യക്തി പോലും എന്നെ കേൾക്കുന്നവരിൽ ഒരുത്തം പോലും ഇല്ല. പ്രിയപ്പെട്ട, ഒരുത്തം പോലും നല്ലവരായിട്ടില്ല. അതങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവില്ലായ്മയാണ്. ഞാനും പണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ച അഹങ്കാരിയാണ്. ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നരകവിധിക്ക് യോഗ്യനാണ്. മരിക്കുന്ന നീ മരിച്ചതിന് ശേഷം നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോവുകയാണ്. അവരവരുടെ പുരോഹിതന്മാർ ചെയ്യുന്ന ഒരു കർമ്മ അടിയന്തരങ്ങൾക്കും പ്രിയപ്പെട്ടവരെ നരകാഗ്നിയിൽ നമ്മളെ വീണ്ടെടുപ്പാൻ കഴിയത്തില്ല. മോക്ഷപ്രാപ്തി നേടുവാൻ ഒരു മനുഷ്യനും കഴിയത്തുമില്ല. ആകിയാൽ നോക്കുവിന് ആ യേശുക്രിസ്തു ക്രൂശിലേക്ക് കയറിപ്പോവുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ അവൻ നമ്മുടെ ഓരോരുത്തരുടെ അകൃത്യയാഗമായിട്ട് അറക്കപ്പെടുവാൻ പോകുകയാണ്. അവനെ അവർ എന്താണ് മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞു വെച്ച് അവൻ്റെ മുഖത്ത് തുപ്പി അവൻ്റെ തലയിൽ കോലുകൊണ്ട് അടിച്ചിട്ട് അവൻ്റെ മുമ്പിൽ ആ മുഴങ്കാലുകൾ മടക്കി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ച് അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുമ്പോൾ ആ നമ്മുടെ മേലുള്ള നിന്ന അവൻ്റെ മേൽ വീഴുകയായിരുന്നു. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ആ പരിഹാസം അവൻ്റെ മേൽ വീഴുകയായിരുന്നു. അതിനുശേഷം ചാട്ടവാറേറ്റ് അവൻ്റെ മുതുക് അടിച്ചു തകർക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ അസ്ഥികൾ ഓരോന്നും എണ്ണാൻ കഴിയുമെന്ന് അവൻ മരിക്കുന്നതിന് 1000 വർഷം മുമ്പ് പ്രവാചകനായിരിക്കുന്ന ദാവീദ് പ്രവചിച്ചിരുന്നു. എൻ്റെ അസ്ഥികൾ ഓരോന്നും എനിക്ക് എണ്ണുവാൻ കഴിയുമായിരുന്നു. അതേ, യേശുക്രിസ്തു ജനിക്കുന്നതിനും 1000 ആണ്ട് മുമ്പ് ദാവീദ് പ്രവാചകൻ എഴുതിയനൊത്തവണ്ണം അവനെ അടിച്ച് അവൻ്റെ ശരീരത്തിലെ മുതുകിൽ നിന്ന് മാംസകഷ്ണങ്ങൾ അടർത്തി കളയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവൻ ഏൽക്കേണ്ടി വന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ അടിയേറ്റും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നു ഇന്ന് നീ കള്ളു കുടിച്ചതിന്, ഇന്ന് നീ മറ്റൊരുവനെ തല്ലിയതിന്, ഇന്ന് നീ ദൈവമല്ലാത്ത മറ്റൊന്നിനെ ആരാധിച്ചതിന്, പൊടിവരിച്ചു പോകുന്ന ഒരു പുരോഹിതനെ നോക്കി ദൈവമേ എന്ന് വിളിച്ചതിന് എല്ലാത്തിൻ്റെ ശിക്ഷ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏൽക്കുകയാണ്. അതിനുശേഷമോ അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ ഒരു മരക്കുരിശൻ തോളിലെത്തിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ചുമന്നുകൊണ്ടുപോയ മരക്കുരിശിൻ്റെ ഭാരം നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ചുമടാണ്. അവൻ ചുമന്നുകൊണ്ടുപോയ മരക്കുരിശിൻ്റെ ഭാരം നമ്മുടെ പാപഭാരമാണ്. അവൻ ക്രൂശിൽ മരിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗങ്ങളും പാപങ്ങളുമായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന പാപത്തിൻ്റെ ചുമടാണ് മരക്കുരിശ്. എന്നാൽ ക്രിസ്തീയ മതവിശ്വാസികൾക്ക് ഇവനെപ്പറ്റി അറിവ് ഒന്നും കിട്ടിയിട്ടില്ല. പുരോഹിതന്മാർക്ക് യേശുക്രിസ്തു ആരെന്ന് ഇന്നവരെ മനസ്സിലായിട്ടുമില്ല. അവരിന്നും യേശുക്രിസ്തുവിനെ അല്ല അവൻ ചുമന്നു കൊണ്ടുപോയ നിന്റെ പാപത്തിന്റെ ചുമടായിരിക്കുന്ന കഴുകുമരത്തിനെ കുരിശുമരത്തിനെ പൂജിക്കുമ്പോഴേ അതിനെ തോളിൽ വെച്ച് ഇന്നും പള്ളിക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ അവൻ അറിയുന്നില്ല ദൈവത്തിന് ശത്രുത്വമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പാപഭാരമായിരിക്കുന്ന മരക്കുരിശ് അവൻ തോളിൽ ചുമന്നത് വഴി അതേ പാപത്തിൽ അവനെ ആണിയടിക്കേണ്ടി വന്നു. നോക്ക് പ്രിയപ്പെട്ടത്, ഇതിനാണ് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു പറയുന്നത്. നീ പാപം ചെയ്തവനാണ്, നീ കുറ്റക്കാരനാണ്, നീ മരണശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് ദൈവകോടതി വിധിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു നീ മരിക്കണ്ട, നീ സമ്മതിക്കുന്നുവെങ്കിൽ നിനക്ക് പകരക്കാരനായിട്ട് എൻ്റെ പുത്രനെ ഞാൻ ക്രൂശിൽ തറച്ചല്ലോ, അതൊന്ന് വിശ്വസിപ്പാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് സമാധാനം, എന്നോട് കൂട്ടായ്മ. ആ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാര ബലിയായിട്ട് തീർന്നത് വഴി ദൈവത്തിന് മനുഷ്യനോടുള്ള ശത്രുത്വം നീങ്ങിപ്പോയിട്ട് ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള നടുച്ചുവരവൻ ഇടിച്ചു കളഞ്ഞു. ഏത് പാപിക്കും ഏത് കൊടും കുറ്റവാളിക്കും മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ അനേക തെറ്റുകൾ ഇന്ന് നിന്നെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലയോ? അത് നിന്നെ മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലയോ? കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ മായ്ക്കപ്പെടാത്ത കുറ്റബോധങ്ങൾ നിന്നെ ക്രൂരനാക്കി തീർക്കുന്നില്ലയോ? നീ ഭാര്യയെ തല്ലുന്നു, ഭർത്താവിനെ നീ എന്താണ് നിഷേധിക്കുന്നു. എന്താണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള നിന്റെ പാപത്തിന്റെ ചുമട് മായ്ച്ചു കളയുവാൻ നിന്റെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അവൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിച്ച് നിന്റെ മനസാക്ഷിക്ക് സമാധാനം നൽകി തരും. അതുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത്. ഞങ്ങളുടെ കുറ്റം വിധി മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള ശത്രുത്വം നീക്കപ്പെട്ടിട്ട്